രാവിലെയും വൈകുന്നേരം നമ്മൾ പഠിപ്പിച്ച പ്രാർത്ഥനകൾ ഇത് എവിടെ ഉണ്ടെന്നറിയോ? ദിക്റുകളുടെ പുസ്തകത്തിലുണ്ട്, നമ്മുടെ മൊബൈലുകൾ ആപ്പുകളിലുണ്ട്, എല്ലാം ഉണ്ട്. രാവിലെ വൈകുന്നേരം അധികാരം ചോദിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങളുണ്ട് വരും. അത് നമ്മളോട് മനസ്സിരുത്തി ചൊല്ലിക്കാളി. അതിൻ്റെ മെച്ചം എന്താണെന്നറിയോ? ഒന്നാമത്തെ മെച്ചം സുഹൃത്തുക്കളെ, അന്നത്തെ ദിവസം ഒരു പ്രത്യേകമായ അപകടം നമ്മളെ ബാധിക്കുകയില്ല എന്നാണ്. ഒരു അപകടത്തിന് നമ്മൾ വിധേയമാകൂലെന്ന് രാവിലെ വൈകുന്നേരമുള്ള പ്രാർത്ഥന ചൊല്ലിയൊരു മനുഷ്യൻ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖാല ഫി അവ്വലി യൗമിഹി ഔ ഫി അവ്വലി ലൈലത്തിഹി, ആരെങ്കിലും ഒരു ദിവസത്തിൻ്റെ ആദ്യത്തിൽ അല്ലെങ്കിൽ രാത്രിയുടെ ആദ്യത്തിൽ ഇങ്ങനെ ചൊല്ലിയാൽ, എങ്ങനെ ചൊല്ലിയാൽ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. രണ്ട് വരിയേ ഉള്ളൂ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. എത്ര തവണ? 3 തവണ ചൊല്ലിയാൽ ലം യദുറു ശൈഉൻ ഫീ ദാലിക്കൽ യൗമ ഔ ഫീ തിൽക്കൽ ലൈല, ആ ദിവസം അവനക്കൊരു ഉപദ്രവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അവനക്കൊരു ഉപദ്രവം ഉണ്ടാവില്ല. അപ്പോൾ കൊറോണ വന്ന സമയത്ത് ഒരു പകർച്ചവ്യാധിനെ നമ്മൾ ഭയപ്പെട്ടപ്പോൾ എന്തെല്ലാം സുരക്ഷാ മാർഗം നമ്മൾ സ്വീകരിച്ചത് അല്ലേ? സാനിറ്റൈസറായി, എന്തൊക്കെ വാക്കുകൾ നമ്മൾ പഠിച്ചത്, മാസ്ക് ഇടലായി, ഗ്ലൗ ഇടലായി, ഭയങ്കര സോഷ്യൽ ഡിസ്റ്റൻസായി, അങ്ങോട്ട് ഇങ്ങോട്ട് ഐസൊലേഷൻ, മറ്റേത് മറിച്ച് പറഞ്ഞിട്ട് ഭയങ്കരമായ സംഗതിയാണ്. ഒരു സുഹൃത്തിനോട് ഇത് പറഞ്ഞപ്പോൾ പറയണേ, മൂപ്പർക്ക് നിങ്ങൾക്ക് കൊറോണയെ കുറിച്ച് പേടിണ്ട് വെച്ചപ്പോഴേ ഇക്കെന്താ പേടിക്കാനുള്ളത്? എന്തേ? ഞാൻ ആ പ്രാർത്ഥന എന്നും ചൊല്ലാറുണ്ട്. അതിൻ്റെ അടുത്തൊന്നും വേണ്ടെന്നല്ല. പക്ഷെ അദ്ദേഹം ഇതൊക്കെ ചില കാരണങ്ങളാണ് സുഹൃത്തുക്കളെ, ഇതൊക്കെ ചില കാരണങ്ങളാണ്. പക്ഷെ നമ്മൾ സ്വീകരിക്കുന്ന സേഫ്റ്റി മെത്തേഡുകൾക്കപ്പുറത്ത് നമുക്കൊരു സംരക്ഷണം വലയം നൽകേണ്ടത് റഹ്മാനായ റബ്ബാണ്. അള്ളാൻ്റെ റസൂൽ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ, നബിയെ ഈ ഒരു ദിക്ർ ഓൽക്ക് പഠിപ്പിച്ചു കൊടുക്കുക, ഓൽക്ക് ഒരു പ്രശ്നമില്ല എന്നുള്ളതാണ്. പെട്ടെന്നുള്ള അപകടം ഒഴിവാകുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഈ പ്രാർത്ഥനയെ, ഈ ദുആനെ സംബന്ധിച്ചിട്ട് അടുത്തൊരു ഹദീസ് നമ്മളെ പഠിപ്പിച്ചതെന്നറിയോ? ലം തുസിബ്ഹു ഫുജ്അതു ബലാഇൻ, പെട്ടെന്നുള്ളൊരു അപകടം ആ മനുഷ്യൻ്റെ അടുക്കിലേക്ക് വരൂല എന്നാണ്. പെട്ടെന്നുള്ളൊരു അപകടം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കൂല സുഹൃത്തുക്കളെ. അല്ലാഹുമ്മ അഊദു ബിക മിൻ ജഹദിൽ ബലാ വദറഖി ശിഖാ വസൂഇൽ ഖലാ വശമാതത്തിൽ അഅദാ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാവൽ ചോദിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്. എന്ത്? തകർത്തെറിയുന്ന പരീക്ഷണത്തിൽ നിന്നും. ചില പെട്ടെന്ന് ഉണ്ടാകുന്ന സംഗതി ആയിരിക്കും നമ്മുടെ ജീവിതത്തെ മുഴുവനും താറുമാറാക്കുക. വാഹനത്തിൽ പോകുന്ന സമയത്ത് ചെറിയൊരു നേരത്തെ അശ്രദ്ധ മതിയാകും നമ്മുടെ ജീവിതം ടിസ്റ്റ് ചെയ്യപ്പെടാൻ. പിന്നെ നമ്മളിങ്ങനെ ജീവിക്കണേ എന്നുള്ളൂ. ആളുകൾ പറയും, എന്തായാലും മനുഷ്യൻ്റെ ഒരു അവസ്ഥ, ഒരു ജീവശവമായി കൊണ്ട് കിടക്കുക അല്ലെ, നഊദു ബില്ലാഹ്. സുഹൃത്തെ, ആരാണ് നമുക്ക് പ്രൊട്ടക്ഷൻ നൽകേണ്ടത്? അള്ളാൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചില്ലേ അള്ളയാണെന്നുള്ളത്. അതിനെന്താ നമ്മൾ വേണ്ടതെന്നറിയോ? ഇത്തരം പ്രാർത്ഥനകൾ നമ്മളെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ ചൊല്ലിയൊരു മനുഷ്യന് വൈകുന്നേരം ആകുന്നതിനിടക്കുള്ള പെട്ടെന്നുള്ള പരീക്ഷണം, ആ മനുഷ്യനെ തടുക്കാൻ ഈ പ്രാർത്ഥന പര്യാപ്തമാണെന്നാണ്. പിന്നെ എങ്ങനെ നമുക്ക് ആ പ്രാർത്ഥന ചൊല്ലാൻ എണീറ്റ് പോകാൻ പറ്റുക? എന്തെല്ലാം മുസീബത്തുകളുടെയും അപകടങ്ങളുടെ നടുവിലൂടെയാണ് നമ്മൾ പോണത്. ഇപ്പം നമ്മളൊരു ഹൈവൻ്റെ മുകളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ എന്താണ് ഇപ്പോൾ അതൊക്കെ ഒരു അവസ്ഥകൾ ആലോചിക്കൊക്കെ? എന്താണ് ഇപ്പം അതിൻ്റെ ഒക്കെ ഒരു അവസ്ഥ? എത്ര വലിയ അപകടങ്ങൾക്ക് മുമ്പിലേ നമ്മളിങ്ങനെ ഇരുന്ന് കൊടുക്കുന്നത്. നമ്മൾ ആ സീറ്റിൽ, വാഹനത്തിൽ കയറ്റ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നടു റോട്ടിൽ നമ്മൾ കസേലിട്ടിരിക്കുകയല്ലേ ശരിക്ക്, ഇങ്ങനെ ചരിക്കേണ്ടതെന്നല്ലേ ഉള്ളൂ. എന്തെല്ലാം അപകടങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ വസ്തുക്കൾ, മെഷീനുകൾ, മറ്റുമൊക്കെ. ഇപ്പം ഇന്നാളൊരു സുഹൃത്തിനെ കുറിച്ച് വല്ലാഹുൽ മുസ്തആൻ കേട്ടൊരു വാക്ക് എന്താ അറിയോ? QHLS പോയ സമയത്ത് പിന്നെ അവരൊക്കെ പെട്ടെന്നൊരാളെ കാണാൻ വേണ്ടി പോകണം. അപ്പോൾ എവിടേക്കാങ്ങൾ ഈ തിരക്കൂട്ടി പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരു സുഹൃത്തിനെ, അദ്ദേഹത്തിനൊരു അപകടം പറ്റി. എന്താ അപകടം എന്നറിയോ? അദ്ദേഹത്തിൻ്റെ പിന്നെ ജോലി സ്ഥലത്ത് ഒരു ഫാക്ടറി മറ്റൊക്കെയാണ്. അദ്ദേഹം ഒരു മെഷീന് താൽക്കാലികമായിട്ട് നിലച്ചു, വർക്കാകണില്ല. അപ്പം അദ്ദേഹം പോയിട്ട് ആ മെഷീനോട് ഓപ്പറേറ്റ് ചെയ്യാണ്. എന്താ സംഭവിച്ചത്? അങ്ങനെ കയ്യൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് ഇതാകണതിൻ്റെ ഇടയിൽ ആ മെഷീനോട് വർക്കായി. അദ്ദേഹത്തിൻ്റെ കൈ പരിപൂർണമായി കൊണ്ട് അറ്റു. ഒരു ഞൊടിയിട കൊണ്ട് ജീവിതം മാറി മറിഞ്ഞു. ആലോചിച്ചു നിങ്ങൾ, ആ കൈ അങ്ങോട്ട് പോയി. ചിന്തിക്കാൻ കഴിയുമോ സുഹൃത്തെ നമുക്ക് അങ്ങനത്തെ ഒരു ബലാ? ചിന്തിക്കാൻ കഴിയുമോ? ഞൊടിയിട കൊണ്ട് സംഭവിച്ചതാണ്. നമുക്കൊക്കെ എന്ത് ഗ്യാരണ്ടി ഉള്ളത്? നമുക്കെന്ത് ഗ്യാരണ്ടിയാ ഉള്ളത്? അള്ള നൽകുന്ന സെക്യൂരിറ്റി അല്ലാതെ ഒന്നും വേണ്ട. നമ്മൾ ഉപയോഗിക്കുന്നൊരു പേന, അതൊരു കണ്ണിൽ കൊണ്ട കഴിഞ്ഞില്ലേ? ഒരു നേരത്തെ അശ്രദ്ധ മതിയാകൂലേ? ആരംഭ കരളായി നമ്മൾ കൊണ്ട് നടക്കുന്ന നമ്മുടെ കണ്ണ്
ഇനി നിനക്കൊരു ഓപ്പറേഷൻക്കും വിധേയമായാലും അത് നിനക്ക് റെഡിയാക്കാൻ കഴിയില്ല എന്നു പറഞ്ഞാൽ ആരുണ്ട് നമ്മളെ കാക്കാൻ? എത്രയോ വലിയ പരീക്ഷണങ്ങൾക്കിടയിൽ ആ സുഹൃത്ത് നമ്മളൊക്കെ ജീവിക്കുന്നത്. അവിടെയൊക്കെ പടച്ച റബ്ബ് പറഞ്ഞ ഈ സെക്യൂരിറ്റി ഒന്നും ഇതൊക്കെ കിട്ടിയിട്ടും നമ്മളൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല എങ്കിൽ നമ്മളെക്കാൾ വലിയ ഹതഭാഗ്യവാന്മാർ വേറെ ആരായെന്ന് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് സുഹൃത്തെ, ഒരിക്കലും ഇനി നമ്മളത് ഉപേക്ഷിക്കരുത്. മറ്റൊരു പ്രാർത്ഥന ഉണ്ട്, അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹുവിൻ്റെ റസൂൽ അടുക്കലേക്ക് ഒരു മനുഷ്യൻ വന്നു. അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ എന്നെ തേള് കുത്തി, പ്രവാചകരെ എന്നെ തേള് കുത്തി. നമ്മളോടാണ് ആ സമ്മതി പറഞ്ഞ് നമ്മളെന്താ പറയുക? അനക്ക് ആ ഷൂസ് ഒന്ന് തട്ടിക്കുട്ടിട്ടുടാന്നില്ലേ, ഈ ആ ആങ്കറിന് ആ ഡ്രസ്സ് എടുത്തപ്പോൾ ഒന്ന് കുടഞ്ഞുവിടായിരുന്നില്ലേ? ഇത് ചെയ്യാത്തതുകൊണ്ടല്ലേ നമ്മൾ പറയാ. അള്ളാഹുവിൻ്റെ റസൂൽ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? അമാ ലൗ ഖുൽത ഹീന അംസൈത. സുഹൃത്തെ, ഇന്നലെ പ്രദോഷത്തിൽ നീ പ്രദോഷ സമയമാകുമ്പോൾ നിനക്ക് ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നില്ലേ? എങ്ങനെ പറഞ്ഞുകൂടായിരുന്നില്ലേ? അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹുവിൻ്റെ പരിപൂർണമായ വാചകങ്ങളെ കൊണ്ടും വചനങ്ങളെ കൊണ്ടും അവൻ സൃഷ്ടിച്ച മുഴുവൻ വസ്തുക്കളുടെയും കെടുതിയിൽ നിന്നും ഞാൻ കാവലിനെ ചോദിക്കുന്നു എന്നൊരു വാക്ക് നിനക്ക് പറഞ്ഞുകൂടായിരുന്നില്ലേ എന്നാണ്. ലം തളുറുക, നിന്നെ ഒന്നും ഒരു ഉപദ്രവം നിനക്ക് ഏൽക്കില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിഷജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും നമുക്ക് കാവലിനെ തരുന്ന ഒരു പ്രാർത്ഥനയാണ് ഏത്? അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. അള്ളാഹുവേ, നീ സൃഷ്ടിച്ച മുഴുവൻ വസ്തുക്കളെയും കെടുതിയിൽ നിന്നും ഞാൻ നിൻ്റെ കെലിമത്തുകളെ കൊണ്ട്, വാക്കുകളെ കൊണ്ട് ഞാൻ നിന്നോട് കാവലിൽ ചോദിക്കുന്നുള്ളതാണ്. ഞങ്ങളുടെ അടുത്തൊരു സഹോദരി മരണപ്പെട്ടു കുറച്ചു മുമ്പ്. എന്താ സംഭവം അറിയോ? ഒരു പുറകുന്ന് വിറകൊക്കെ അടുക്കിട്ട ഇതൊന്നും അടുപ്പ് കത്തിക്കാൻ വേണ്ടി ഒരു വിറകെടുത്തതാണ്. പെട്ടെന്നൊരു പാമ്പ് അവരെ കൊത്തി, തൽക്ഷണം മരണപ്പെട്ടു. ചെറിയ പറക്കമറ്റാത്ത മക്കൾ ഉണ്ടായിരുന്നു. നാടിൻ്റെ നൊമ്പരമായിക്കൊണ്ട് മാറി. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, വിഷജന്തുക്കളുടെ അറ്റാക്കിൽ നിന്നും ഇത്തരം വാചകങ്ങൾ, പ്രാർത്ഥനകൾ നിങ്ങൾക്ക് സെക്യൂരിറ്റിയാണെന്നാണ്. ഇതൊക്കെ ചൊല്ലിയിട്ടും ഒരു പക്ഷെ വന്നേക്കാം, അത് അള്ളാഹുവിൻ്റെ ഖദർ ഖലാ എന്ന് തന്നെ അപ്പുറത്തേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒരു സേഫ്റ്റി മെത്തേഡല്ലേ ഇത്? സേഫ്റ്റി മെത്തേഡല്ലേ? വഹീൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു റസൂൽ പറഞ്ഞ കാര്യമല്ലേ? അതുകൊണ്ട് കൂട്ടരെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ പറഞ്ഞെന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ നമുക്ക് മുഴുവൻ കഴുകിക്കളയാൻ നമുക്ക് കഴിയുമെന്ന അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹി ബിഹംദിഹി ഫീ യൗമിൻ മിഅത മറ. ആരെങ്കിലും ഒരു ദിവസം സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്നൊരു 100 തവണ പറയാൻ കഴിയും. എത്ര സമയമേ നമുക്ക് വേണ്ടത്? ഒരു 2-2.5 മിനിറ്റ് മാക്സിമം കഴിഞ്ഞാൽ വേണ്ടി വരും. അള്ളാഹുവിൻ്റെ റസൂൽ പറയാ, ഹുത്തത്ത് ഖതായാഹു വ ഇൻ കാന മിസ്ല സബദിൽ ബഹർ. അവൻ്റെ കടലിൽ നുരയോളം പാപങ്ങളുണ്ട് എങ്കിലും അവൻ്റെ മുൻകാല പാപങ്ങൾ റഹ്മാനായ റബ്ബ് അത് മാറ്റിത്തരുമെന്ന. പിന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് ചോദിച്ചു, അയഅജിസു അഹദുക്കും അയക്സിബ കുല്ല യൗമിൻ അൽഫ ഹസന. കൂട്ടരെ, നിങ്ങൾക്ക് ഒരു ദിവസം 1000 നന്മ നേടിക്കാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, ഈ കച്ചവടവും ഈ തിരക്കും ബാക്കിയുള്ളതെന്നൊക്കെ പിശുക്കി പിടിച്ചിട്ട് പിന്നെ ഒരു 1000 നന്മൊക്കെ നേടുകയെന്ന് പറഞ്ഞാൽ അത് കുറച്ചൊരു റിസ്കി ഫാക്ടർ അല്ലേ? നമ്മളെപ്പോലെ അവരും ചിന്തിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുസബ്ബിഹുല്ലാഹ മിഅത തസ്ബീഹ. ഒന്നുമില്ലടാ, നിങ്ങൾ ചെയ്തത് എന്താണെന്നറിയോ? അള്ളാഹുവിന് വേണ്ടി ഒരു 100 തവണ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ മതി എന്നാണ്. സുബ്ഹാനല്ലാഹി ബിഹംദിഹി എന്നൊരു 100 തവണ നിങ്ങൾക്ക് പറയാൻ പറ്റും. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയക്തുബുല്ലാഹു ലഹു ബിഹ അൽഫ ഹസന. അവൻ പറഞ്ഞത് 100 പക്ഷെ പടച്ച റബ്ബ് രേഖപ്പെടുത്തിയത് 1000 നന്മയായിക്കൊണ്ടാണ്. 1000 നന്മ മാത്രമാണോ? വയഹത്തു അൻഹാ ബിഹ അൽഫ ഖതിആ. അവൻ്റെ ജീവിതത്തിൽ നിന്നും വന്നു പോയ 1000 പാപങ്ങൾ അതാ പടച്ച റബ്ബ് ഒഴിവാക്കി തരുന്നു. സുഹൃത്തെ, 2 മിനിറ്റിൻ്റെ അധ്വാനം കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഓഫർ പറയണേ. ഇതൊക്കെ രാവിലത്തെയും വൈകുന്നേരത്തെയും അധികാരങ്ങളുടെ നമ്മുടെ ജീവിതത്തിൽ അതിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഒരു ദിവസം 1000 കിട്ടിക്കഴിഞ്ഞാൽ, രാവിലെ ചൊല്ലുമ്പോൾ 1000, പിന്നെ വൈകുന്നേരം ചൊല്ലുമ്പോൾ വീണ്ടും 1000, അപ്പോൾ ചുരുങ്ങിയത് എത്രയായി? 2000. ഇത് മാത്രം എടുത്ത് പരിശോധിച്ച് നോക്കി. ഒരു ദിവസം 2000 നന്മ, ഒരു മാസം 60,000, ഒരു വർഷം 7,20,000 നന്മകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതാ പറഞ്ഞത്, ഇത് തൗഫീഖാണ്. ഇത് എത്ര വലിയ ക്ലാസ് എടുത്തിട്ടും കാര്യമില്ല, ഇത് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിയാലേ പടച്ചതൊക്കെ തരുള്ളൂ. അതുകൊണ്ട് സുഹൃത്തെ, ഒരു വർഷം 7 ലക്ഷത്തിനപ്പുറത്തേക്ക് വരുമാനം കിട്ടണല്ലോ മാർഗം പറഞ്ഞ് നമ്മൾ ഇപ്പം ഇറങ്ങി ഓടൂല അതിൻ്റെ പിന്നാലെ.
ഇങ്ങനെ നമ്മുടെ ആയുസ്സിന്റെ പുസ്തകം എടുത്ത് നാളെ പരലോകത്തെടുത്ത് പരിശോധിച്ചു നോക്കുമ്പോൾ അള്ളാന്റെ റസൂല് പറയാ അർഫഇഹാ ഫീ ദറജാതിക്കും. അള്ളാന്റെ റസൂല് പറഞ്ഞ ആമുഖത്തിൽ ഞാൻ പറഞ്ഞ ഹദീസല്ലേ, നിങ്ങൾക്ക് നിങ്ങളുടെ ദറജകളെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഘടകമാണ് ദിക്റുകൾ എന്ന് പറഞ്ഞത്. വെറുതെയല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചാൽ എനിക്കും നിങ്ങൾക്കും നന്നു എന്നാണ് പറയാനുള്ളത്. പിന്നെ രാവിലെ വൈകുന്നേരമുള്ള ദിക്റുകളൊക്കെ ജീവിതത്തിൽ കൊണ്ടുനടക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന വേറൊരു മെച്ചം എന്താണെന്നറിയോ? ഓൻ ചെയ്യണ എല്ലാ കാര്യങ്ങളും പടച്ച റബ്ബ് ഒരു എളുപ്പം പ്രദാനം ചെയ്യും. നമ്മളൊക്കെ ആഗ്രഹിച്ച ഘട്ടങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? പെട്ടെന്നൊരു ഓപ്പറേഷന് വേണ്ടിയിട്ട് വിധേയമായപ്പോൾ അല്ലേ, നമ്മൾ എത്ര ആൾക്കാണ് വിളിച്ചു പറഞ്ഞത്? എത്ര പേർക്ക് നമ്മൾ വിളിച്ചു പറഞ്ഞേ? പിന്നെ വാപ്പാക്കൊരു മേജർ ഓപ്പറേഷൻ നടക്കണം കേട്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കണം. വൈഫ് ഡെലിവറിയാണ്, പെയിന് നല്ലോണ്ട്, ഇത്ര മണിക്കൂറുകൾ പിന്നിട്ടു, ഇപ്പോഴും അത് ഓപ്പൺ ആയിട്ടില്ല, എന്താകുമെന്ന് അറിയില്ല കേട്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ആ ലേബർ റൂമിൻ്റെ മുമ്പിൽ നമ്മൾ ആ നിന്ന നിപ്പൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. ICUവിൻ്റെ മുമ്പിൽ, വെന്റിലേറ്ററിൻ്റെ മുമ്പിൽ എത്ര സമയമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നിന്ന്. ആ സമയമൊക്കെ നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം എന്താ? പടച്ചോനെ എളുപ്പാക്കണം കേട്ടോ. പരീക്ഷയ്ക്ക് പോകണ മക്കളെ കുറിച്ച് നമ്മൾ പടച്ചോൻ്റെ കുട്ടിക്ക് അത് എളുപ്പാക്കണേ അല്ലേ? എല്ലാവർക്കും വേണ്ടത് എളുപ്പമാണ്. ഒരു യാത്രക്ക് ഇറങ്ങുമ്പോൾ പോലും നമ്മൾ ആഗ്രഹം എന്താ? ആകെ ഇടങ്ങറാകണമെന്ന, ട്രാഫിക്കൊക്കെ ആകണ്ടായി ആകെ സ്വീപ്പാകണമെന്ന് അല്ല. എല്ലാറ്റിലും നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു എളുപ്പമാണ്. എല്ലാം എളുപ്പമായി ഒരു പ്രയാസമില്ല നടന്നു കിട്ടണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടുനടക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ ആകണം. സുഹൃത്തെ, ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമാണ്. അള്ളാഹ് റസൂൽ പറയാ, കൂട്ടരെ എങ്ങളുടെ ഈ വലിയ ലക്ഷ്യം നടന്നു കിട്ടും എപ്പോഴെന്നറിയോ? രാവിലെ ഒന്ന് ചൊല്ലിക്കോ. 2 വരി മാറ്റിവെച്ചോ. ഏതാ 2 വരിയും? അള്ളാഹുവിൻ്റെ റസൂൽ പറയാ, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐനി. വല്ലാത്തൊരു പ്രാർത്ഥനയാണ്. യാ ഹയ്യു യാ ഖയ്യൂം എന്നാ പറഞ്ഞത്. ഇസ്മുൽ ജലാലയാണ്. ആ 2 നാമങ്ങൾ മുൻനിർത്തി ചോദിച്ചൊരു ചോദ്യവും അല്ല തട്ടില്ല എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്മുല്ലാഹിൽ അഅ്ലം, അള്ളാഹുവിൻ്റെ ഉന്നതമായ നാമങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്താ അറിയോ? യാ ഹയ്യ് എന്ന് പറഞ്ഞാൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, ഒരു ഉറക്കമോ മയക്കമോ പോലും പറ്റാതെ അവൻ്റെ അടിമ എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കാൻ റെഡിയായി നിൽക്കുന്ന, സജ്ജനായി നിൽക്കുന്ന അള്ളാഹു എന്ന് പറഞ്ഞു. ഖയ്യൂം എന്ന് പറഞ്ഞു, എല്ലാം നിയന്ത്രിക്കുന്നവെന്ന് പറഞ്ഞു. എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബേ. അസ്ലിഹ് ലീ ശഅനി കുല്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും പടച്ചോനെ നീ എനിക്ക് നന്നാക്കി തരണേ. എല്ലാ കാര്യങ്ങളും എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നല്ല വൃത്തിയോടുകൂടെ, വെടുപ്പോടുകൂടെ, എളുപ്പത്തോടുകൂടെ നടത്തി തരണേ. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐനി, ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് പോലും നീ എൻ്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കരുത് റബ്ബേ, എനിക്കത് കഴിയില്ല. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് എൻ്റെ കാര്യം ഏറ്റെടുത്തോ. നിൻ്റെ ബ്ലഡിൻ്റെ കാര്യവും, ബ്ലഡ് സർക്കുലേഷൻ്റെ കാര്യം, നിൻ്റെ കിഡ്നിയുടെ പ്രോസസ്സും, എല്ലാ കാര്യങ്ങളും അധിക നേരമൊന്നുമില്ല. ഒരു കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് അന്നണ്ട് ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റെടുക്കാൻ കഴിയാൻ നമുക്ക് ഇല്ല. അപ്പം അത്ര പോലും അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് എന്ന് അള്ളാഹ് പറഞ്ഞത് വെറുതല്ല. നിങ്ങളെ അള്ളാഹിലേക്ക് അങ്ങേയറ്റം ഫക്കീറന്മാരാണ്, അങ്ങേയറ്റം ആവശ്യക്കാരനാണ്. ആ ആവശ്യത്തെ നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, പടച്ചോനെ എൻ്റെ എല്ലാ കാര്യങ്ങളും എളുപ്പാക്കി തരണേ എന്നുള്ളത്. നടക്കും സുഹൃത്തെ, നടന്നിരിക്കും. പിന്നെന്താ മെച്ചെന്നറിയോ? ജീവിതത്തിൽ എല്ലാറ്റിലും ഒരു ബറക്കത്ത് കിട്ടുന്നതാണ്. ആ ബറക്കത്തിനെയാണ് ചോദിക്കുന്നത്. എന്താ ഇപ്പോൾ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഒരുപാട് കേട്ട വാക്കായിരിക്കും ബറക്കത്ത്. ആളുകൾ ബറക്കത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം ശിർക്കിന് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. കണ്ട പൊടിയും കണ്ട വടിയും കണ്ട കല്ലും ഉള്ളൊക്കെ എടുത്ത് കൊണ്ടുവരുന്ന ആളുകളുണ്ട് ബറക്കത്തിന് വേണ്ടിയിട്ട്. എന്താ ഈ ബറക്കത്ത് എന്നറിയോ? അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ നിലനിൽപ്പും അതിലെ വർധനവുമാണ് ബറക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹ് നമുക്കൊരു സാലറി തന്നിട്ടുണ്ട് അല്ലേ? അതിലൊരു ബറക്കത്ത് ഉണ്ടെങ്കിലാണ് അത് നമുക്ക് ഉപകാരപ്പെടുള്ളൂ. കോടികൾ വരുമാനം ഉണ്ടാവും, ഏതിനെ പോയി എന്നറിയില്ല, എന്ത് കാര്യമുള്ളൂ അല്ലേ? ആകെ 20,000 റുപ്യ എനിക്ക് ശമ്പളമുള്ളൂ, അവനിക്കിപ്പോഴും 5,000 എല്ലാ മാസവും എനിക്ക് നീക്കിയിരിക്കാൻ കിട്ടുന്നുണ്ട്. കോടികൾ ഉണ്ടായിട്ട് 10 പൈസ അവനിക്കില്ലാന്ന് മാത്രമല്ല, പിന്നെയും കോടികൾ അവനക്ക് കടാണ്. പിന്നെ ഇപ്പം എന്താ ഉണ്ടായത്? അപ്പം എന്താ അറിയോ? കിട്ടുന്ന എമൗണ്ട് എത്രയെന്നല്ല, കിട്ടുന്ന അനുഗ്രഹങ്ങൾ എന്താണെന്നല്ല, കിട്ടുന്നതിൽ ബർക്കത്ത് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചത്, അല്ലാഹുമ്മ ബാരിക് ലീ ഫീമാ അഅ്തൈത്, അള്ളാഹുവേ നീ എനിക്ക് നൽകിയതിലെല്ലാം നീ ബർക്കത്ത് നൽകണമെന്നാണ്. അതില്ലെങ്കിൽ ഉണ്ടാവും സുഹൃത്തുക്കൾ, ഒന്നും ഉപകാരപ്പെടില്ല.
ഒന്നും ഉപകാരപ്പെടില്ല. അതുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ് ബറക്കത്തിന് വേണ്ടിയിട്ട്. ഏതാ പ്രാർത്ഥന? അസ്ബഹനാ വ അസ്ബഹൽ മുൽക്കു ലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദൽ യൗം. ഇന്നത്തെ ദിവസം ഞാൻ ചില നന്മകൾ നിന്നോട് ചോദിക്കാൻ പോവുകയാണ് പടച്ചോനെ. എന്നിട്ട് 2 കുത്തിട്ടിട്ട് ആ വരികൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. എന്താ? ഫത്ഹഹു, ഈ ജീവിതത്തിൽ വിജയം. ഇന്ന് ഞാൻ തോൽക്കരുത് പടച്ചോനെ. ഇന്ന് ഞാൻ ചെയ്യുന്ന ഒന്നിലും ഒരു തോൽവി എനിക്കുണ്ടാകരുത്. ഇന്ന് ഞാൻ എന്താണോ ചെയ്യണത് അതിൽ എനിക്ക് വിജയം വേണം. ഞാൻ കച്ചവടം തുടങ്ങിയിട്ടുണ്ടോ, ഇന്ന് എനിക്ക് വിജയിക്കണം. ഇന്ന് ഞാൻ ഒരു എക്സാം എഴുതിയിട്ടുണ്ടോ, ഇന്ന് എനിക്ക് വിജയിക്കണം. എല്ലാ അർത്ഥത്തിലും ഒരു പരാജിതനായിക്കൊണ്ട് ഞാനിന്ന് മാറരുത്. ഫത്ഹാണ് ഞാൻ ചോദിക്കണത്. പിന്നെ എനിക്ക് ചോദിക്കുന്നത് എന്താണെന്നറിയോ? വനസ്വറഹു, നിൻ്റെ സഹായമാണ് പടച്ചോനെ. സാധുവാണ് ഞാൻ, എവിടെ പോയാലും നിൻ്റെ സഹായം എനിക്ക് വേണം. റേഷൻ കാർഡിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്തും പടച്ചോൻ്റെ സഹായം നമുക്ക് വേണം. വേണ്ടേ? എല്ലാറ്റിനും പടച്ചോൻ്റെ സഹായം വേണം. അവനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാൻ സഹായം വേണ്ടേ? അല്ലേ? ഏതൊരു ഇബാദത്തും നല്ല നിലയ്ക്ക് ചെയ്യണമെങ്കിൽ പടച്ചോൻ്റെ സഹായം വേണ്ട. സഹായം വേണം കൂട്ടരെ. അപ്പോൾ പടച്ചോൻ്റെ സഹായം നമ്മൾ ചോദിക്കാം. വനൂറഹു, അവൻ്റെ വെളിച്ചം, അവൻ്റെ പ്രത്യേകമായ വെളിച്ചം എനിക്ക് വേണം. വ ബറക്കത്തഹു, അല്ലാഹുവേ നീ നൽകുന്ന ബറക്കത്തിന് എനിക്ക് വേണം. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആയുസ്സിൽ, എൻ്റെ സമ്പത്തിൽ, എൻ്റെ ഇണകളിൽ, എൻ്റെ മക്കളിൽ, എൻ്റെ കുടുംബത്തിൽ, മാതാപിതാക്കളിൽ ഞാൻ എൻ്റേതെന്ന് കരുതി മുന്നോട്ട് കൊണ്ടുപോകുന്ന സകലമാന കാര്യങ്ങളിലും അനുഗ്രഹങ്ങൾ നൽകി എന്നതിനപ്പുറത്ത് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ മുഴുവനും അല്ലാഹുവേ നീ ബറക്കത്ത് നൽകണേ. ആ ബറക്കത്ത് ഉണ്ടാകുമ്പോഴാണ് അനുഗ്രഹം നിലനിൽക്കുള്ളൂ. ഒരു വാഹനം, അതിൽ ബറക്കത്ത് ഉണ്ടെങ്കിലാണ് ആ വാഹനം നമുക്ക് ഉപകാരപ്പെടുള്ളൂ. അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മളോട് സ്വീപ്പാവും. ഒരു വീട്, അത് ബറക്കത്തും കൂടി ഉണ്ടെങ്കിലുള്ളൂ അതുകൊണ്ട് നമുക്കുണ്ട് റാഹത്തായി കിട്ടുള്ളൂ. ഇങ്ങനെ ആ വീടിരിക്കാൻ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒരു ഇണ, ആ ഇണയിൽ ഒരു ബറക്കത്ത് കിട്ടിയെങ്കിലേ കൂട്ടരെ ആ ദാമ്പത്യം ഏറ്റവും നന്നായി കൊണ്ടുപോകും. അല്ലെങ്കിൽ ആ ഇണ ജീവിതത്തിൽ വന്നു എന്നുള്ളതായിരിക്കും ഏറ്റവും വലിയ മുസീബത്ത്. മക്കൾ, ആ മക്കളിൽ ബറക്കത്ത് കിട്ടിയെങ്കിലേ അയറ്റുകൾ നല്ല നിലയ്ക്ക് നമുക്ക് ഉപകാരപ്പെടുള്ളൂ. അല്ലെങ്കിൽ മക്കളെ കിട്ടിയതായിരിക്കും അവൻ്റെ എല്ലാ ടെൻഷനുകൾക്കും കാരണം. അപ്പോൾ നമ്മൾ ഉച്ചരിച്ചൊരു വാചകം എത്രയാണ്? 2 വരിയുള്ളൂ. അതിൻ്റെ ആശയം എത്രയാണ്? എൻ്റെ അറിവിൻ്റെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ വ്യാഖ്യാനിക്കുന്നത്. അതിനും അപ്പുറത്ത് ശേഖന്മാർ പറഞ്ഞ ഓരോ വാചകങ്ങളും സുഹൃത്തുക്കളെ എല്ലാം ഇവിടെ കോരിടാൻ സമയമല്ല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചതിനേക്കാൾ അപ്പുറത്ത് നമുക്ക് ലാഭമാണ് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ നമ്മൾ രാവിലെ വൈകുന്നേരം ചോദിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്നറിയോ? സ്വന്തത്തിനും കുടുംബത്തിനും സമ്പത്തിലൊക്കെ ഒരു സൗഖ്യം നമ്മൾ ചോദിച്ചു. സൗഖ്യം. സലുല്ലാഹൽ ആഫിയ فإن العبد لم يعطى خيرا فإن العبد لم يعطى بعد اليقين خيرا من العافية. കൂട്ടരെ, നിങ്ങൾ പടച്ചവനോടെ ആഫിയത്തിനെ ചോദിച്ചോ. അല്ലാഹുവിൻ്റെ റസൂൽ പറയാ ആഫിയത്തിനെ ചോദിച്ചോ. കാരണം എന്താണെന്നറിയോ? ഒരു അടിമക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ശരിയായ തൗഹീദ് ഒരു മനുഷ്യൻക്ക് കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ പടച്ചോൻ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആഫിയത്താണ്, സൗഖ്യമായ ജീവിതമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യേകിച്ച് അവനെ പ്രയാസപ്പെടുത്തുന്ന ഒന്നുമില്ലാതൊക്കെ അവൻ്റെ ശരീരത്തിൽ മാരകമായ രോഗത്തിന് ആ മനുഷ്യൻ അടിമപ്പെടാതിരിക്കുക നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമല്ലേ? എന്തെല്ലാം രോഗവാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ദിനം പ്രതി നമ്മുടെ ഉറക്കം കെടുത്തിക്കളയുന്ന എന്തെല്ലാം മാരകമായ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ചില്ല, പടച്ചോനെ ഇന്നൊന്നും അതിൽ ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞില്ലേ? അതില്ലാതൊക്കെയാണ് ആഫിയത്ത് എന്ന് പറഞ്ഞാൽ. പറയത്തക്കൊരു സാമ്പത്തിക ബാധ്യതയില്ലാതിരിക്കുക, വലിയൊരു കടക്കാരനാകാതിരിക്കുക, അതാണ് സമ്പത്തിലെ പിന്നെ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ. നമ്മളെ കുടുംബത്തിന് ആഫിയത്ത് വേണം. എന്താ? അപ്പം നമ്മളൊക്കെ ഭയങ്കര ഉഷാറിരിക്കാം. നമ്മൾ ചിലവിന് കൊടുക്കേണ്ട ഉമ്മാക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞില്ലേ, നമ്മുടെ സാമ്പത്തിക അവസ്ഥ തീരുമാനമായില്ലേ അല്ലേ? നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളാകെ തകരൂലേ? അതുകൊണ്ട് നീട്ടിയെറിഞ്ഞു അല്ലാഹുവിൻ്റെ റസൂലേ. ഒരു കുടുംബത്തിൽ ഒരാള്, കുടുംബത്തിലെ നാഥൻ അള്ളാനെ കുറിച്ച് ബോധമുള്ളവനാണെങ്കിൽ, ഈ പറയപ്പെട്ട ദിക്റിന്റെ വിലക്ക് അവനക്ക് അറിയുന്നവനാണെങ്കിലേ അവൻ ചോദിച്ച ചോദ്യം അവനക്ക് മാത്രമല്ല, അവൻ്റെ പ്രിയപ്പെട്ട മാതാവിന്, അവൻ്റെ പ്രിയപ്പെട്ട പിതാവിന്, അവൻ്റെ പ്രിയപ്പെട്ട വളർന്നു വരുന്ന മക്കൾക്ക്, അവൻ്റെ കുടുംബത്തിൽ ഓരോരുത്തർക്കും അവനൊരു താങ്ങാണ്, അവനൊരു തണലാണ്. കാരണം എന്താണെന്നറിയോ? അവൻ ചോദിച്ച വാചകം അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയാ വൽ ആഖിറ. ഒരു പ്രാർത്ഥനയിൽ അങ്ങനെയുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പ്രാർത്ഥനയിലുണ്ട്, ഫീ ദീനി വ ദുനിയായ വ അഹ്ലി വ മാലി. ഫീ ദീനി, 2 കാര്യങ്ങളാട്ടോ ചോദിച്ചത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ. എന്താ അഫ്വ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പറയുന്ന കാര്യമാണ്. എന്ത്? പാപമോചനം അല്ലേ? പടച്ചോട് പുറത്തു തരണം, പടച്ചല്ലാണ്ട് പുറത്തു തരണം. ആർക്ക്? എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും.
അഫ്വ, ഞാൻ അഫുവിനെ ചോദിക്കുന്നു, പാപമോചനം ചോദിക്കുന്നു. വൽ ആഫിയത്ത്, നേരത്തെ പറഞ്ഞ് സൗഖ്യമായ ജീവിതത്തിൽ ചോദിക്കുന്നു. അവിടെയൊക്കെ ഫി ദീനി, എൻ്റെ മതപരമായ വിഷയത്തിൽ. അപ്പോൾ മതപരമായ വിഷയത്തിലെ പാപമോചനം എന്താ? നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ മതപരമായി കൊണ്ട് ചെയ്താൽ ന്യൂനതകളുണ്ടാവില്ലേ? ഇപ്പോൾ നമ്മൾ നോമ്പ് പറ്റൂ, എത്ര ന്യൂനത ഉണ്ട്. നമ്മൾ നിസ്കരിച്ചു, ഇന്നത്തെ ലോറസ്കാരം നമ്മുടെ അവസ്ഥ എന്താ? ശരിക്കും തലനാരിഴക്ക് ഇട്ട് പടച്ചോണ്ട് വിചാരണക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളാരും രക്ഷപ്പെടില്ല. നമ്മളാരും രക്ഷപ്പെടാൻ വകുപ്പില്ല. അത്രമേൽ ന്യൂനതകളിലുണ്ടാവും. പക്ഷെ എന്ത് വേണം? ആ ന്യൂനതകളെ എല്ലാം മാറ്റിമറിക്കാൻ കഴിയുന്ന റഹ്മാനായ റബ്ബിൻ്റെ അഫ്വ് അവിടെ നമ്മൾ ചോദിച്ചു. ഇതൊരു അവസാനത്തെ 10 മാത്രം നമ്മൾ ചോദിക്കുന്ന കാര്യമല്ല, എല്ലാ ദിവസവും നമ്മൾ ചോദിക്കണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ, പടച്ചോനെ പാപമോചനം ചോദിക്കുകയാണ്. എന്തൊക്കെ വിഷയത്തിൽ? ഫിദീനി, എൻ്റെ മതപരമായ വിഷയത്തിൽ ഞാൻ നിന്നോട് പോർക്കലിനെ ചോദിക്കുന്നു. ചെയ്തിട്ടുണ്ട്, ഒരുപാട് സാധുവാണ്, എന്നാലും ഒരുപാട് പോരായ്മകൾ ഉണ്ടാവട്ടോ. പടച്ചോൻ എനിക്ക് വിട്ടുതരണേ, എനിക്കത് പുറത്തു തരണേ. ചോദിക്കുകയാണ് കൂട്ടരെ, ചോദിക്കുകയാണ്. ഫിദീനി വദുനിയായ, എൻ്റെ ഭൗതികപരമായ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ എൻ്റെ വിഷയത്തിൽ വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുന്നു. അതേപോലെ തന്നെ ആഫിയത്തിനെ ചോദിക്കുന്നു. എന്താ മതപരമായ വിഷയത്തിൽ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ, സൗഖ്യം എന്ന് പറഞ്ഞാൽ അത് പരലോകത്തെ വിജയമാണ്, അല്ലേ? ഖബറിൽ പടച്ചറവ് നമുക്ക് ആഫിയത്ത് നൽകണ്ടേ? ആരുണ്ടാകും നമ്മുടെ കൂടെ ഉണ്ടാകുക? ആരെങ്കിലും ഉണ്ടാകുമോ? ആ കൂരിട്ടിൽ നമ്മൾക്ക് കാവലിക്കാൻ ആരാളുള്ളത്? അള്ളാഹുവിൻ്റെ സഹായമല്ലാതെ. അതുകൊണ്ട് ചോദിക്കുകയാണ്, പടച്ചോനെ സൗഖ്യജീവിതം എനിക്ക് ദുനിയാവിൽ മാത്രമല്ല, ഖബറിലും ഞാൻ പ്രയാസപ്പെടരുത്, മഹ്ശറയിലും ഞാൻ പ്രയാസപ്പെടരുത്, സിറാത്ത് പാലത്തിൽ എനിക്ക് പ്രയാസമരുത്. സ്വർഗവഴിയിലേക്ക് അങ്ങോട്ടെത്തി, സ്വർഗവാതിൽ അങ്ങോട്ട് മുട്ടി, 1-ാമത്തെ കാലും 2-ാമത്തെ കാലും കയറ്റി വെക്കുന്നത് വരേക്കും പടച്ചോനെ ഇതെനിക്ക് കിട്ടിയേ പറ്റൂ എന്നാണ്. അപ്പോൾ പരലോകത്തിലെ എല്ലാവിധ ക്ലേശങ്ങളിൽ നിന്നും ഒരു സൗഖ്യമായ അവസ്ഥയാണ് നമ്മൾ ആ ഒരൊറ്റ വാചകം കൊണ്ട് ചോദിച്ചത്. ദീനിൻ്റെ വിഷയം അതാണ്. വഅഹ്ലീ വമാലി, എൻ്റെ കുടുംബത്തിനും പടച്ചോനെ ഇത് വേണം. എനിക്ക് മാത്രമല്ല ഇഹലോകത്തെയും പരലോകത്തെയും സൗഖ്യവും മാപ്പും എൻ്റെ കുടുംബത്തിനും വേണം റബ്ബേ. എൻ്റെ മക്കൾക്ക് വേണം, എൻ്റെ മാതാപിതാക്കൾക്ക് വേണം, എൻ്റെ ഭാര്യയ്ക്ക് വേണം, ഭർത്താവിന് വേണം. എന്തൊരു വിശാലമായ മനസ്സുള്ള ആളുകൾക്ക് ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെ അർത്ഥമറിഞ്ഞ് ചൊല്ലുന്ന ഒരാളുടെ മനസ്സ് എത്ര ക്ലിയർ ആയിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തെ, പിന്നെ മാലി, എൻ്റെ സമ്പത്തിനും എനിക്ക് സൗഖ്യം വേണമെന്ന് ഒരു സുഹൃത്ത് ഒരു ക്ലാസ് കഴിഞ്ഞപ്പോൾ എന്താണ് ഇട്ടിരുന്നു പറഞ്ഞു, മൗലവി എങ്ങനെയാണ് ഈ പലിശ എൻ്റെ കഴിച്ചലാകുക? എന്താ അറിയില്ല, ഭയങ്കര ഒരു മുസീബത്താണ് ജീവിതത്തിൽ മുഴുവനും. എങ്ങനെയല്ലാതൊക്കെ പലിശയുമായി കൊണ്ട് ബന്ധപ്പെട്ടു. ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹ്, അള്ളാഹുവിനോട് യുദ്ധത്തിന് വേണ്ടി നിങ്ങൾ പ്രഖ്യാപിച്ചോളെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം ഒരുപാട് കടത്തിലാണ്, ഒരുപാട് സാമ്പത്തിക പരാധീനതകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ രക്ഷപ്പെടണമെന്ന കൊതിക്കുന്ന ആത്മാർത്ഥമാണ്. രക്ഷപ്പെടുകയാണെങ്കിൽ ഇനിയില്ല ആ പിഴച്ച മാർഗത്തിലേക്ക് അദ്ദേഹം കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ആരോടാ പറയേണ്ടത്? ഇത് പറയേണ്ട ആളാണ് റബ്ബ്. പറയേണ്ട സമയമേതാ? വസബ്ബിഹൂഹു ബുക്റതൻ വഅസീല, രാവിലെയും വൈകുന്നേരവും പ്രധാനമായിക്കൊണ്ട് ചോദിച്ചു എന്നാണ്. ഇതൊക്കെ ചോദിക്കാത്തതിൻ്റെ പേരിൽ, തൗഫീക്ക് കിട്ടാത്തതിൻ്റെ പേരിൽ ഇപ്പോഴും പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളായിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് മാറാൻ പാടില്ല എന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. രാവിലെയും വൈകുന്നേരമുള്ള പ്രാർത്ഥനകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ഏതാണെന്നറിയോ? സയ്യിദുൽ ഇസ്തിഗ്ഫാറാണ്. പാപമോചനങ്ങളുടെ നേതാവ് എന്നാണ് പറഞ്ഞത്. എന്തിനാപ്പം നമ്മൾ നോമ്പ് നോക്കുന്നത്? എന്തിനാപ്പം രാത്രി നിസ്കാരം? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട മെച്ചെന്താ? കുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അല്ലേ? നിങ്ങളുടെ പാപങ്ങൾക്ക് പുറത്തിട്ടുന്നതാണ്. സുഹൃത്തെ, പാപമോചനം തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. പാപമോചനം തന്നെയാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഒരുപാട് നന്മകൾ നമ്മൾ നേടിയെടുത്താലും പാപങ്ങൾ ഇപ്പുറത്ത് ബാക്കിയാണെങ്കിൽ നഊദു ബില്ലാഹ് നമ്മൾ ശ്രദ്ധിക്കണം, വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും മുന്തിച്ചത് പാപമോചനത്തെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ പാപമോചനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ നേതാവ് എന്ന് അറിയപ്പെടുന്ന പ്രാർത്ഥനയാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്നറിയോ? മൻ ഖാലഹാ മിനൻ നഹാരി മൂഖിനൻ ബിഹാ ഫമാത മിൻ യൗമിഹി ഖബല അൻ യംസിയ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന. ഖബല അൻ യംസിയ, രാവിലെ അർത്ഥമറിഞ്ഞ് അതിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ട് ആരാണോ ചൊല്ലുന്നത്, ഖബല അൻ യംസിയ, അവൻ വൈകുന്നേരമാകുന്നതിന് മുമ്പ് അങ്ങനെ മരണപ്പെട്ടാൽ ദഖലൽ ജന്ന, ആ മനുഷ്യൻ സ്വർഗത്തിലെത്തി എന്നുള്ളതാണ്. സ്വർഗത്തിലേക്ക് എത്തിക്കഴിഞ്ഞു കൂട്ടരെ.
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഫമാത ഖബല അയ്യുസ്ബിഹ വമൻ ഖാലഹ മിനൽ ലൈലി. ഇനി രാത്രി ഒരു മനുഷ്യൻ ചൊല്ലി അവൻ രാവിലെ പുലരുന്നതിന് മുൻപായിക്കൊണ്ട് മരണപ്പെട്ടാലോ ആ മനുഷ്യരും സ്വർഗത്തിലാണ് എന്നതാണ്. കാരണം എന്താ? അതിൻ്റെ ഉള്ളിൽ അത്രമാത്രം പ്രധാനപ്പെട്ട അർത്ഥ തലങ്ങളാണുള്ളത്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, നീയാണ് എൻ്റെ രക്ഷിതാവ്. ആ വാചകം മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ്. നീയാണ് എൻ്റെ റബ്ബ്. എൻ്റെ റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഗാർഡിയൻ എന്നാണ് പറയുക. ഗാർഡിയൻ അല്ലേ? ഇപ്പോൾ ഒരു സ്കൂളിൽ നമ്മൾ ചേർത്തിക്കഴിഞ്ഞാൽ നമ്മളെ കുട്ടീൻ്റെ ഗാർഡിയൻ ആരാ? നമ്മളാണ്. ആ കുട്ടീൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നമുക്കാണ്. നമുക്കെല്ലാവർക്കും ഒരു ഗാർഡിയൻ ഉണ്ട്, അവൻ്റെ പേരാണ് റബ്ബ്. നമ്മുടെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളുള്ളത് റബ്ബിനോടാണ്. അപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് റബ്ബിനോടാണ്, നമുക്ക് വാങ്ങാനുള്ളത് റബ്ബിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴിയണം. ആരാ നിൻ്റെ റബ്ബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് CM ആണ്, അത് ബദരീകളാണ്, അത് ഉഹദീങ്ങളാണെന്ന് പറഞ്ഞിട്ട് റബ്ബിൽ നിന്നും ഡൈവേർട്ട് ചെയ്തപ്പെട്ട് മറ്റു പല പേരുകൾ പറയാനുണ്ടോ നമുക്ക്? നമ്മൾ തീർത്തും ശിർക്കിലാണ്. അള്ളാഹിൻ്റെ റസൂല് പറയാണ്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചനത്തിൻ്റെ നേതാവെന്ന പ്രാർത്ഥനയുടെ ആദ്യ ഭാഗം തൗഹീദ് കൃത്യമായിക്കൊണ്ട് പ്രഖ്യാപിക്കലാണ്. അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത. അല്ലാഹുവേ, നീയല്ലാതെ വേറൊരു ഇലാഹുമില്ല കേട്ടോ. ആരാധനക്കർഹനായി നിന്നോട് മാത്രമേ ഞങ്ങൾ പറയൂ. അൽഹംദുലില്ലാ, ഒന്നാമത്തെ കടമ്പ കഴിഞ്ഞു. കാരണം ഏതാ? ആ കടമ്പ തൗഹീദിൻ്റെ പ്രഖ്യാപനമാണ്. എന്നിട്ട് പറയാണ്, ഖലഖ്തനീ, നീയാണ് എന്നെ സൃഷ്ടിച്ചത്, വ അന അബ്ദുക, ഞാനാണ് നിൻ്റെ ഒരു അടിമ മാത്രമാണ് ഞാൻ. ആ അബ്ദുക എന്നുള്ള പ്രയോഗം എന്താണെന്നറിയോ? ഒരു ഉടമക്ക് അടിമയോട് എന്തും പറഞ്ഞൂടെ? ഒരു ഉടമക്ക് അടിമയോട് എന്തും പറഞ്ഞൂടെ? ഉടമ എന്ത് പറഞ്ഞാലും അടിമത് കേൾക്കണ്ടേ? ആ പ്രഖ്യാപനമാണ് പറയുന്നത്. സംഗതി ഞാൻ നാട്ടിൻപുറത്ത് വലിയ കേമനാണ്, രാജാവായിരിക്കുക. ഇത് പറയണ ഓരോ ആളുകൾ ചിലപ്പോൾ വലിയ ഹൈ പോസ്റ്റിൽ ഇരിക്കുന്ന ആളായിരിക്കുക, കളക്ടറായിരിക്കുക, രാജാവായിരിക്കുക. ആ രാജാവും പറയാണ് അന അബ്ദുക, സംഗതി ലോകത്തെ രാജാവൊക്കെയാണ് ഞാൻ, പക്ഷെ നിൻ്റെ മുമ്പിൽ ഒരു അടിമയാണ് ഞാൻ. അതൊരു വിനയമാണ്, അതൊരു പ്രഖ്യാപനമാണ്. പടച്ചോനെ, എൻ്റെ നാഥൻ, എൻ്റെ യജമാനൻ നീ മാത്രമാണ്. നീ എന്തു പറഞ്ഞാലും കേൾക്കാൻ വിധേയനായ ഒരു അടിമ മാത്രമാണെന്ന പ്രഖ്യാപനമാണ്. എന്തുകൊണ്ടാണ് സ്വർഗ്ഗം എടുത്ത് കൊടുക്കണം എന്നുള്ളത് ആ പൊരുൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. വന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു. നിന്നോടുള്ള കരാറിലും നിനക്ക് തന്ന വാക്തത്വത്തിലുമാണ് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ. എന്താണ് ആ കരാറ്? നിന്നെ മാത്രമേ ആരാധിക്കൂ എന്നതാണ് ഒന്നാമത്തെ കരാറ്. പിന്നെന്താ? നിന്നോടുള്ള വാഗ്ദാനം അവൻ പറഞ്ഞതുപോലെ കഴിവിൻ്റെ പരമാവധി ജീവിക്കാമെന്നാണ്. അപ്പോൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് പടച്ചോന് മുമ്പിൽ പോയിട്ട് എന്നും രാവിലെ വൈകുന്നേരം പോയി പറയുന്നു, പടച്ചോനെ വഅന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു, എനിക്ക് കഴിയണ അത്ര ഞാൻ എൻ്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, ഇത്ര എനിക്ക് പറ്റും. എന്നിട്ട് പറയാണ്, അഊദു ബിക മിൻ ശർരി മാ സ്വനഅതു. അല്ലാഹുവേ, ഞാൻ ഇതൊക്കെ നിന്നോടുള്ള കരാറൊക്കെ ഉണ്ടെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് അനർത്ഥങ്ങൾ, സ്ഖലിതങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഞാൻ ചെയ്തു വെച്ച മുഴുവൻ കാര്യങ്ങളൊന്നും ഞാൻ നിന്നോട് കാവലിന് ചോദിക്കുകയാണ്. അബൂഉലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഇതാ ഞാൻ ഏറ്റുപറയുന്നു. ഫമാ ബികും മിൻ റഹ്മത്തിൻ ഫമാ ബികും മിൻ നിഅമതിൻ ഫമിനല്ലാഹ്. അല്ലാഹ് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അത് അള്ളാഹു നൽകിയതാണ്. പടച്ചോനെ, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ വാഹനം, എൻ്റെ വീട്, എൻ്റെ സാലറി, എൻ്റെ മക്കൾ, ഈണ, കുടുംബം, മറ്റു സുഹൃത്തുക്കൾ, എല്ലാം ജീവിതത്തിൽ എനിക്ക് ഉപകാരപ്രദമായതെല്ലാം എൻ്റെ അനുഗ്രഹങ്ങളൊക്കെ പടച്ചോനെ നീ എനിക്ക് നൽകിയതാണ്, നീ എനിക്ക് നൽകിയതാണ്. അവിടെ നിന്നൊരു കിബറിൻ്റെ വർത്താനം നിങ്ങൾ ആലോചിക്കുകയും പലരും പറയും ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയതാണ്, ഞാൻ അത്ര വർഷം അവിടെ പോയിട്ട് അധ്വാനിച്ചതുകൊണ്ടാണ്, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ വികസിപ്പിച്ചെടുത്ത സംരംഭമാണ്, ഇങ്ങോട്ടാണ് പറഞ്ഞങ്ങനെ നമ്മളിങ്ങനെ നോളാകാൻ നിൽക്കണ്ട സുഹൃത്തേ. എല്ലാം പടച്ചറബ് നമുക്ക് തന്നതാണ്. അത് റബ്ബിൻ്റെ മുമ്പിൽ നമ്മൾ പ്രഖ്യാപിക്കണം. പടച്ചോനെ, അബൂഉലക ബിനിഅമതിക അലയ്യ, നീ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ നിന്നോട് തുറന്ന് സമ്മതിക്കുന്നു. അബൂഉലക ബിദംബി, പക്ഷേ ഈ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിനൊക്കെ നന്ദി കാണിക്കേണ്ടതിന് പകരം അവിവേകം, പാപങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ അതും തുറന്ന് സമ്മതിക്കുകയാണ്. സംഗതി ശരിയാണ്, എനിക്ക് തന്ന അനുഗ്രഹങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ചെയ്താൽ പോരാ. ഇതൊന്നും ചെയ്താൽ പോരാന്ന് മാത്രമല്ല, നന്മകൾ പലപ്പോഴും കുറവാണ്, പിന്നെ പാപങ്ങൾ വേറെയുമുണ്ട്. ഇത് പടച്ചോളെ നമ്മൾ പറയാണ്. അതുകൊണ്ട് പറയാണ്, ഇതിങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഫഗ്ഫിർലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. അതുകൊണ്ട് പടച്ചോനെ, ഈ എനിക്കണ്ട് പുറത്ത് തന്നാളെ. സംഗതി ശരിയാണ്, കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്നാലും പാപങ്ങൾ ബാക്കിയാണ്. എനിക്ക് തന്ന നിയമത്തുകൾ എമ്പാടുണ്ട്, പക്ഷെ ശുക്രൊന്നും ശരിക്ക് കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്നാലും എനിക്ക് വേണ്ടത്
ഇതെല്ലാം കണ്ടറിഞ്ഞിട്ട് പടച്ചോൻ ഈ സാധുവിനെ, ഈ പരമസാധുവിനെ ഇജൻ്റെ പുറത്ത് തെരഞ്ഞെ റബ്ബേ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഈ അല്ലാതെ പാപം പുറത്തരം പിന്നെ വേറെ ആരുള്ളത്? അതിലൊക്കെ തൗഹീദാണ് സുഹൃത്തുക്കളെ, അതിലെല്ലാം തൗഹീദാണ്. റഹ്മാനായ റബ്ബിനോട് മാത്രമാണ് ആ പ്രഖ്യാപനം. അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിൽ നമ്മൾ ഒരിക്കലും അശ്രദ്ധ കാണിക്കരുത്. അല്പം ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടുന്ന മെച്ചം നമ്മൾ സ്വർഗ്ഗക്കാരിൽ എണ്ണപ്പെടും എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിൽ സ്വർഗ്ഗം അനന്തരം എടുക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ ഒരുപാട് ക്വാളിറ്റികൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്ത ആണുങ്ങൾ, ഇന്ന കാര്യങ്ങൾ ചെയ്ത പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പഠിച്ചങ്ങനെ പറഞ്ഞ് ആയത്ത് ഇങ്ങനെ മനോഹരമായി കൊണ്ട് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹ് പറഞ്ഞു വെച്ച വാചകം വദ്ദാകിരീനല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് അള്ളാഹുവിനെ ധാരാളമായി കൊണ്ട് ദിക്റെടുക്കുന്ന ആണുങ്ങളും ദിക്റെടുക്കുന്ന പെണ്ണുങ്ങളും, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട പെങ്ങന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, ജീവിതത്തിൽ നാം ചേർത്ത് വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരമലാണ് ദിക്റുകൾ. അത് ധാരാളമായി കൊണ്ടുവരാൻ കഴിയേണ്ടതുണ്ട്. ഈ ആയത്തിന് ഇങ്ങനെ വിശദീകരിക്കുമ്പോൾ ഇമാം സഅദി റഹ്മത്തുള്ളാഹി പറഞ്ഞു വെച്ച വാചകം എന്താണെന്നറിയോ? ഫി അക്സരിൽ ഔഖാത്ത്, അവൻ്റെ മിക്ക സമയങ്ങളും ഒരു വിശ്വാസിനിയും ഈ പറയപ്പെട്ട സ്വർഗാവകാശി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്ന അവൻ്റെ ഗ്യാപ്പുകളിലൊക്കെ ദിക്റുകൾ എടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. ഖുസൂസൻ, പ്രത്യേകിച്ച് ഔഖാത്തൽ ഔറാദിൽ മുഖയ്യദ, പ്രത്യേകമായി കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചില പ്രാർത്ഥനകളുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുന്ന ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കുറിച്ചാണ് ഈ പറഞ്ഞത്. ഏതുപോലെ അദ്ദേഹം തന്നെ ഉദാഹരണം പറഞ്ഞു, കസ്സബാഇ വൽ മസാ, രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകൾ പോലെ. വൽ വഅദ്ബാരി സ്വലവാത്തിൽ മക്തൂബ, എല്ലാ ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം നിർവഹിക്കേണ്ട ചുരുക്കം ചില ദിക്റുകൾ. സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ 33 തവണ ചൊല്ലി, ആയത്തുൽ കുർസി ഒരു തവണ ചൊല്ലി, സൂറത്തുൽ ഇഖ്ലാസും ഫലക്കും നാസൊക്കെ ഒരു തവണ ചൊല്ലി, അങ്ങനെ എണീറ്റ് പോകുന്ന ആളുകൾ, സലാം വീട്ടുകൊണ്ട് എണീറ്റ് പോകുന്ന ആളുകളെ കുറിച്ചല്ല പറഞ്ഞത്. ജീവിതത്തിൽ അതെല്ലാം ചെയ്ത് അതൊക്കെ ഡെയിലി കൃത്യമായി ഇബാദത്തുകൾ വീഴ്ച വരുത്താതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭാഗ്യവാന്മാരാണോ സൂറത്തുൽ അഹ്സാബ് നമ്മളെ പഠിപ്പിച്ചു. അവർ സ്വർഗാവകാശികളാണ്. റഹ്മാനായ റബ്ബ് പറയാം, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ വഅജ്റൻ അളീമാ. സുബ്ഹാനല്ലാഹ്, വിജയിച്ചു കൂട്ടരെ നമ്മൾ. എന്താ പറയുന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചു എന്നാ പറഞ്ഞേ. ഒരുക്കി വെക്കുന്നല്ല പറഞ്ഞേ, ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്ത്? മഗ്ഫിറതൻ, അവർക്കാണ് ഞാൻ പാപമോചനം നൽകാൻ പോകുന്നത്. അവൻ്റെ പാപങ്ങളാണ് ഞാൻ പരലോകത്ത് പുറത്തു കൊടുത്തിട്ടുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ പോകുന്നത്. സുഹൃത്തേ, ആരുടെ ജീവിതത്തിൽ? ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ. വഅജ്റൻ അളീമാ, പാപങ്ങൾ പൊറുക്കപ്പെടുക മാത്രമല്ല അവൻക്ക് ഉന്നതമായ പ്രതിഫലവും ഞാനതാ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പാപങ്ങൾ പൊറുക്കുക വഴി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, ഉന്നതമായ പ്രതിഫലം കിട്ടുക വഴി സ്വർഗത്തിൻ്റെ ഉന്നതിയിലേക്ക് നമ്മൾ കുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് കൂട്ടരെ, പറയാനും കേൾക്കാനും ഒക്കെ സുഖമാണ്. അതൊക്കെ ജീവിതത്തിൽ അമലാകണമെങ്കിൽ ഇന്ന് മുതൽ തുടങ്ങണം. ഇപ്പോൾ ഒരു ളുഹറിൻ്റെ സമയമാണ്. ഇന്ന് അസറിന് നമുക്കത് തുടങ്ങാൻ കഴിഞ്ഞോ? ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാവും. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഇപ്പോൾ മറ്റൊരു ചിന്തയെ നമ്മളെ ആവരണം ചെയ്യണില്ല, അതിജയിക്കുന്നില്ല. ഈ സമയത്ത് തൗഫീക്കിന് വേണ്ടി ചോദിച്ചോ. ഏത് നന്മകളും അങ്ങനെയാണ്. നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരാണ്. അൽഹംദുലില്ലാഹ്, റമദാൻ തുടങ്ങിയ 1-ാമത്തെ ദിവസം മുതൽ എല്ലാ ളുഹറിന് ശേഷവും ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നു. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെ ശ്രോതാവും കൂടിയാണ് ഈ ഉള്ളവൻ. പലപ്പോഴും കേൾക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. എത്ര നല്ല ക്ലാസ്സുകളാണ് നമുക്ക് കിട്ടുന്നത്. എന്തെല്ലാം നന്മകളാണ് നമ്മൾ കേൾക്കുന്നത്. സുഹൃത്തെ, മാറ്റിയിട്ടുണ്ട്. ഓരോ ക്ലാസ്സുകളും എൻ്റെ ജീവിതത്തിൽ പരിവർത്തിപ്പിച്ചിട്ടാണ് അടുത്തൊരു ക്ലാസ്സിന് വേണ്ടി ഞാൻ ദാഹിച്ചിരിക്കുന്നതെന്ന് പറയാൻ നമുക്ക് കഴിയുമോ? കഴിയണം സുഹൃത്തുക്കളെ, കഴിയണം. ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾക്ക് നന്ദി കാണിക്കാൻ കഴിയുമോ? പടച്ച റബ്ബ് ഏറ്റി തരും. ഒരു പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ ജീവിതത്തിൽ കേൾക്കാതെ പോയാൽ വലിയ നഷ്ടമാകില്ല. നഷ്ടം തന്നെയാണ് സുഹൃത്തെ, നഷ്ടം തന്നെയാണ്. ഇപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയണം. സംരംഭങ്ങൾ ഏറെയുണ്ട്. അദ്കാറുകളുടെ പുസ്തകങ്ങൾ നമ്മുടെ ലഭ്യമാണ്. ഒന്നും വേണ്ട, പ്ലേ സ്റ്റോറിൽ കയറി കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. ജമീൽ ആപ്പ് നമ്മളെല്ലാവരും ഡൗൺലോഡ് ചെയ്യണം. അതിലുണ്ട് പ്രിയപ്പെട്ടവരെ, അതിലുണ്ട്.
ഞാൻ പറഞ്ഞത് വളരെ ചുരുക്കം ചില ദിക്റുകളുടെ മഹത്തുകൾ മാത്രമാണ്. ഇനിയുമുണ്ടൊരുപാട്. എല്ലാ വാചകങ്ങളും എടുത്ത് പരിശോധിക്കാൻ സമയം കിട്ടിയിട്ടില്ല. പണ്ഡിതന്മാർ ഈ വിഷയം തന്നെ കൈകാര്യം ചെയ്യുന്നിടത്ത് ഗ്രന്ഥങ്ങൾ രചിച്ചു. ഒറ്റ ഇരിപ്പിൽ പോലെ നമുക്ക് വായിച്ചു തീർക്കാൻ കഴിയാത്ത അത്രയും നൂറുകണക്കിന് പേജുകൾ ഇതിനു വേണ്ടി മാറ്റിവെച്ചു. അതിലൂടെയൊക്കെ ഓടി പരതിയ മൊഴിമുത്തുകളെ ഒരു 19 മിനിറ്റിലാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവരൊക്കെ ഓരോന്നിൻ്റെയും മഹത്വം അറിയാൻ വേണ്ടി എത്രയോ കാതങ്ങൾ സഞ്ചരിച്ചു. എത്രയോ ദിവസങ്ങൾ ഒരു ഹദീസ് കിട്ടാൻ വേണ്ടി അവരൊക്കെ ഓടി. അങ്ങനെ എഴുതി വെച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ലാതെ, ഒരു മുതൽ മുടക്കമില്ലാതെ, ഒരു അധ്വാനമില്ലാതെ നമ്മുടെ മൈൻഡിലേക്ക് പടച്ചവനെ അറിയിച്ചു തരാണ്. ഇനി ഇതിനേക്കാളും വലിയ സൗകര്യം എന്താ കൂട്ടി നമുക്ക് വേണ്ടത്? മറന്നിട്ടുണ്ടോ? ചില ഭാഗങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കേൾക്കാൻ നമുക്ക് കഴിയും. ഓരോ ഭാഗങ്ങളും നമുക്ക് പഠിക്കാൻ തീരുമാനിച്ചാൽ പടച്ചോൻ തൗഫീക്ക് നൽകിയിരിക്കും. ചേർത്ത് വെക്കാൻ കഴിഞ്ഞോ നന്മകൾ, അടുത്ത നന്മയിലേക്ക് പടച്ച റബ്ബ് നമ്മളെ കൊണ്ടുവന്നിരിക്കും. അത് റബ്ബിൻ്റെ ഒരു തീരുമാനമാണ്. പടച്ച റബ്ബിലേക്ക് നടന്നെടുത്തവനിലേക്ക് റഹ്മാനായ റബ്ബ് ഓടിയെടുക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ നന്മകൾ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിലാണ് നമുക്കുള്ളത്. ദുനിയാവിലെ ഏറ്റവും വലിയ സാധുക്കൾ ആരെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു. അവർ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞവരാണ്. എല്ലാം അവർ അനുഭവിച്ചു. ഏറ്റവും നല്ല സാലറി അവൻ കൈപ്പറ്റി. ഏറ്റവും നല്ല വീട്ടിലാണ് അവൻ അന്തിയുറങ്ങിയത്. ഏറ്റവും നല്ല ശീതീകരിച്ച കാറിലാണ് അവൻ്റെ യാത്ര. എപ്പോൾ നോക്കുമ്പോഴും ബാങ്ക് ബാലൻസ് നല്ലൊരു ശതമാനം ബാക്കിയുണ്ട്. ഏറ്റവും നല്ല ഭക്ഷണമാണ് അവന് കഴിച്ചത്. ഏറ്റവും നല്ല വസ്ത്രമാണ് അവൻ ഉടുത്തത്. അവനെക്കുറിച്ചല്ല, അവനെക്കുറിച്ച് പറയുകയാണ്. ഇതൊക്കെ ഉണ്ടായിട്ടും പടച്ചോനെക്കുറിച്ചിട്ട് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് കിട്ടാതെയാണ് ആ മനുഷ്യൻ ഇവിടുന്ന് പടിയിറങ്ങുന്നതെങ്കിൽ മസാക്കീനു അഹ്ലി ദുനിയ, അവനാണ് ദുനിയാവിൽ ഏറ്റവും വലിയ മിസ്കിൻ എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. കൂരയിൽ കടന്നുറങ്ങിയവനല്ല സുഹൃത്തെ. ചെറ്റക്കൂലയിലാണ് അവൻ ഉറക്കമെങ്കിലും, കഞ്ഞിയും പയറും മാത്രമാണ് അവൻ്റെ ഭക്ഷണമെങ്കിലും, കീറിയ വസ്ത്രമാണ് അവൻ ഉടുക്കുന്നതെങ്കിലും, നല്ലൊരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ലെങ്കിലും അവനക്ക് പടച്ചവന് ഒരു തൗഫീക്ക് കൊടുത്തു. എന്താ തൗഫീക്ക് എന്നറിയോ? അവൻ എന്നും റബ്ബിലേക്ക് അടുത്തവനാ. അവൻ ഫറലുകളിൽ അവൻ കൃത്യമായ നിഷ്ഠ പുലർത്തുന്നവനാ. അവൻ്റെ ജീവിതത്തിലെമ്പാടും സുന്നത്തുകളുണ്ട്. ഈ പറയപ്പെട്ട മൊഴിമുത്തുകളെയെല്ലാം അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവനാ. അവൻ പള്ളിയിൽ വന്നതും പോയതും അവൻ വലിയതായിട്ടൊന്നും ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. എല്ലാവരുടെ മുമ്പിലും തരം താഴ്ന്നവനാ. പക്ഷെ അള്ളാഹിൻ്റെ മുമ്പിൽ അവൻ എത്രയോ വലിയവനാ, എത്രയോ ഉന്നതനാ. അതെപ്പോഴാണ് കിട്ടുകയെന്നറിയോ? പടച്ച റബ്ബിലേക്ക് നമ്മൾ അടുക്കുമ്പോഴാണ്. അതുകൊണ്ട് സുഹൃത്തെ, പണ്ഡിതന്മാരുടെ ഭാഷയിൽ, ഇസ്ലാമിൻ്റെ ഭാഷയിൽ അവനാണ് ലോകം കണ്ട ഏറ്റവും വലിയ ധനാഢ്യനെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അള്ളാഹുവിനെക്കുറിച്ച് അറിയുക. നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് കൂടുതൽ അറിയുക. അവൻ നൽകുന്ന ഓഫറുകളെക്കുറിച്ച് ശരിക്ക് പഠിക്കുക. അള്ളാഹുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് പഠിക്കുക. ഓരോ നാമങ്ങളും അവനിലേക്ക് നമ്മളങ്ങനെ അടുപ്പിക്കും. ഷക്കൂർ എന്ന നാമം ചെറിയ കർമ്മങ്ങൾക്ക് പോലും ഉന്നതമായ പ്രതിഫലം നൽകുന്നവനെന്നർത്ഥമാണ്, അല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ച് നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ഗോതയിലിറങ്ങി ഒരു ചെറിയ പരിശ്രമം നമുക്കുണ്ടെങ്കിൽ ആ സ്വർഗത്തിലേക്ക് തിരിച്ചു കയറാൻ നമുക്ക് കഴിയും. ഉന്നതമായ ഇടങ്ങളിൽ നമുക്ക് എത്താൻ കഴിയും. അള്ളാഹു ഒരുക്കമാണ്. നമ്മൾ റെഡിയാണോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക. അലസതയുണ്ടോ നമുക്ക് മാറ്റിവെക്കാൻ നമുക്ക് കഴിയണം. കുറച്ചൊക്കെ പണിയെടുത്തെങ്കിലേ കൂട്ടരെ ഗടിയുള്ളൂ. റമദാനിൻ്റെ രാപ്പകലിൽ നമ്മുടെ സ്വഹാബത്തൊക്കെ ബദർ നടത്തിയവരാണ്, ഉഹദ് നടത്തിയവരാണ്, ഒട്ടനേക യുദ്ധങ്ങൾ നടത്തിയവരാണ്. എന്തിന്? സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളോ ശീതീകരിച്ചൊരു പള്ളിൻ്റെ ഉള്ളിലാണ് നമ്മളിരിക്കുന്നത്. അള്ളാഹു നമ്മളെ എത്ര വലിയ ഹൈറിലാണ് എത്തിച്ചിട്ടുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. ശുക്രുണ്ടോ നമുക്ക്? ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കുക. നന്ദിയുണ്ടെങ്കിൽ അത് നമ്മുടെ കർമ്മങ്ങളിലൂടെ പ്രതിഫലിക്കണം. പ്രവാചകൻ്റെ സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് കഴിയണം. പ്രവാചകൻ്റെ വസ്ത്രം പോലെ, പ്രവാചകൻ വെച്ച താടി പോലെ, പ്രവാചകൻ നെരിയാണിക്ക് മുകളിലേക്ക് എടുത്ത വസ്ത്രം പോലെ, പ്രവാചകൻ്റെ സ്വഭാവം പോലെ, പ്രവാചകൻ്റെ നടത്തം പോലെ, പ്രവാചകൻ്റെ ഇടത്തം പോലെ, കടക്കുന്നതിൽ പോലും പ്രവാചകൻ്റെ സുന്നത്ത് ഒപ്പിയെടുക്കാൻ കഴിവുള്ളവരാണ് നമ്മളെങ്കിൽ അതൊക്കെ എത്ര കണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി കൊണ്ടെന്ന് വിലയിരുത്തുക. വിലയിരുത്തപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല സുന്ദരമായ സമയത്തിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവാചകനെ സ്നേഹിക്കുക, സുന്നത്തുകളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. പ്രവാചകൻ പഠിപ്പിച്ചതെല്ലാം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നതാണ്. വിശിഷ്യ അധികാരങ്ങളുടെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കുവാനും പഠിച്ചെടുത്ത കാര്യങ്ങൾ ജീവിതത്തേക്ക് കൊണ്ടുവരിക വഴി പിന്നെയും ഹൈറുകളിലേക്ക് എത്തിപ്പെടാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ.
ഞങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബക്കാർ, ആദർശ ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളെപ്പോലെ നോമ്പ് നോൽക്കുന്നു ചില ആളുകൾ, പക്ഷേ അവർക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. പലസ്തീനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വിശ്വാസികൾ, സുഹൃത്തുക്കൾ, അവർക്ക് നിർഭയത്വം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവർ അനുഭവിക്കുന്ന സകലമാന കെടുതികൾക്കും ഉത്തമമായതിന് നീ ഇരു ലോകത്തിലും പകരം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അവസാന 10 ഞങ്ങൾക്ക് വലിയ ലക്ഷ്യം ലൈലത്തുൽ ഖദർ എന്ന മഹത്തായ ഓഫർ ഞങ്ങൾക്ക് കൂടെ ലഭിക്കുക എന്നതാണ്. അധ്വാനിക്കുന്നുണ്ട് ഞങ്ങൾ കഴിവിൻ്റെ പരമാവധി. റഹ്മാനായ റബ്ബെ, കൂടുതൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ. ചെയ്തു വെച്ചത് സ്വീകരിക്കണമേ. കൂടുതൽ ചെയ്യാനുള്ള തൗഫീക്ക്, നിഅമത്ത്, ബറക്കത്തെല്ലാം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഇതിനെ ഞങ്ങൾക്ക് ഞങ്ങളെ ഖബറിൽ വെളിച്ചമേകുന്ന, തുലാസിൽ ഖനം തൂങ്ങുന്ന ഒരമലായിക്കൊണ്ട് മാറ്റുമാറാകണേ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.